എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, ഞാനത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർ പറയുന്നതാണ്. സന്ദീപ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണോ അതോ ഒരു സനാതന ഹിന്ദു ആണോ എന്ന സംശയം നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചേട്ടനും വായിച്ചതാണ്. എന്താണ് ഇതിലൂടെ നിന്നൊക്കെ പോസ്റ്റ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് വളരെ രസകരമാണ്. സന്ദീപ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. നല്ല മെയ്വഴക്കത്തോടുകൂടി രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന നല്ല രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ്. എന്തായാലും അദ്ദേഹത്തിന് വിജയമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അദ്ദേഹം പറയുന്നത്, ഞാൻ ജനിച്ച നാൾ മുതൽ, അറിവായ നാൾ മുതൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഒരു എന്താ പറയുക വിദ്വേഷത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ കണ്ടിരുന്നു. വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ, വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ ഞാൻ ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അവിടെ നിന്നപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്. ഇപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി ആ ഫാക്ടറി നടത്തിപ്പുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അവരെ വിട്ടിട്ട് സ്വതന്ത്രനായി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രത്യേക മതവിഭാഗത്തെ അങ്ങനെയൊന്നും ഒഴിച്ചു നിർത്തേണ്ടതല്ല, അവർ കുഴപ്പക്കാരല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ സ്നേഹം, അവരെ ഒരു കാലത്ത് വളരെയധികം ആക്രമിക്കുകയും എന്താ പറയണ്ടേ, അവരെ ഞാൻ പല രീതിയിൽ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാകട്ടെ എന്നോട് ഒരു വെറുപ്പുമില്ലാതെ, വളരെ സ്നേഹത്തോടെ, ഒരു വിദ്വേഷവും കാണിക്കാതെ വളരെ സ്നേഹത്തോടെ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അവരോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഞാൻ അതിൽ ഒരു ചെറിയൊരു ഭാഗം വായിക്കാം. വെറുപ്പിന്റെ ഫാക്ടറിയിൽ തുടരുന്നവരുടെ പരിഹാസങ്ങൾക്ക് മലയാളി ചുമ്മാ തൊലിച്ചു കളയുന്ന ഉള്ളിത്തൊലിയുടെ വില പോലും നൽകില്ല. അത് പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. സനാതന ഹിന്ദുവായി ജീവിക്കാനും മരിക്കാനും ഈ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പിന്നെയും പോയിന്റ്, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പും വിദ്വേഷവും ജീവിതത്തിൽ പകർത്താത്ത ഒട്ടേറെ സനാതന ഹിന്ദുക്കൾ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. അവരിൽ ഒരാളായി ഞാൻ കഴിഞ്ഞോളാം. തെറ്റ് തിരുത്താനും ഒത്തിരി മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാനും അവസരം തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സ്നേഹമെന്ന നൂലിനാൽ ബാപ്പുജി കോർത്തെടുത്ത അതിൻ്റെ ആശയങ്ങളുടെയും പ്രചാരകനായി ഇനിയുള്ള ജീവിതം തുടരും. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറികളിൽ നിന്ന് കൂടുതൽ മനുഷ്യർ മോചിതരായി പുറത്തു വരട്ടെ. അവർക്കും കോൺഗ്രസിന്റെ മതേതര പരിസരങ്ങളിൽ മനുഷ്യരോട് ഒട്ടു ജീവിച്ച് ഇനിയുള്ള കാലം സ്നേഹാനുഭവങ്ങൾ പങ്കിടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സന്ദീപ് വാര്യർ. വളരെ നല്ല ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ പൂച്ചയെ പോലെയാണ്. എങ്ങനെ വീണാലും 4 കാലിൽ നിലത്തെത്തും. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം. ആ രാഷ്ട്രീയം മിടുക്കിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും കൃത്യമായി മുനവച്ച വാക്കുകൾ കൊണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് സനാതന ഹിന്ദുവാണ്. അതെ, ഞാൻ അതാണ് പറയാൻ ഒരു മടിയും കോൺഗ്രസിൽ ചേക്കേറിയപ്പോഴും, കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണ്, കുറി തൊടാൻ അവിടെ അവകാശമില്ല, കുറി മായ്ച്ചു കളയുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതെ, അപ്പോഴും കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ പറയുന്നത് താൻ ഒരു സനാതന ഹിന്ദുവാണ് എന്ന്. ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് ഹരികുമാർ എന്ന് പറഞ്ഞൊരു നേതാവാണെന്ന് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട്. ഹരികുമാർ അന്നേരം പ്രതികരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി മുമ്പോട്ട് വെച്ച ഒരു സനാതന ഹിന്ദുവായിട്ട് കോൺഗ്രസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നാണ് സന്ദീപിനോട് പറഞ്ഞത് എന്നാണ്. അത് അദ്ദേഹം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു സനാതന ഹിന്ദുവിന്റെ വോയിസ് ആണ് കോൺഗ്രസിലെ ഞാൻ എന്നാണ് അദ്ദേഹം. അത് ആ പറയുന്നതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. എന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പ്രവർത്തിച്ചിരുന്ന BJPയിൽ സനാതന ഹിന്ദു ഇല്ല, അവിടെ ഹിന്ദുവേ ഉള്ളൂ, ഹിന്ദുത്വമേ. അതൊരു ഒരു പറയാതെ പറയുകയാണ്. ആ ഹിന്ദുത്വം വർഗീയ ഹിന്ദുത്വമാണ് എന്നാണ് സന്ദീപ് പറയാതെ പറയുന്നത്. ശരിയാണ്. ഇവിടെ സന്ദീപ് എന്നിട്ട് പറയുന്നു, യഥാർത്ഥ ഹിന്ദു, ഗാന്ധിയുടെ ഹിന്ദു, സനാതന ഹിന്ദു കോൺഗ്രസ്സിലാണുള്ളത്. നോക്കൂ, വളരെ കൃത്യമാണ്. സന്ദീപിൻ്റെ സന്ദീപിൻ്റെ ടാർഗറ്റിനെ വളരെ കൃത്യമായിട്ട് അവിടെ രൂപപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതായത്, ഇവിടുത്തെ ഹിന്ദുക്കൾ, ഞാൻ BJP വിട്ട് കോൺഗ്രസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ കുറി തൊടാത്ത രാഷ്ട്രീയത്തെ, കുറി മായ്ക്കുന്ന രാഷ്ട്രീയത്തെ
ഞാൻ പുൽകിയിരിക്കുന്നു എന്ന് കരുതരുത്. നിങ്ങളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമം നടക്കും. ഇതേ സന്ദീപ് തന്നെ ചാനൽ ചർച്ചകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കുറിമാച്ചതിനെക്കുറിച്ച് വളരെ രൂക്ഷമായി ആക്രമിച്ചിട്ടുണ്ട് കാസർഗോഡ് തെരഞ്ഞെടുപ്പ് കാലത്ത്, അല്ലേ? അതേ സന്ദീപ് ഇപ്പോൾ പറയുന്നു ഞാൻ പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. എന്താ? അന്ന് അദ്ദേഹത്തെ ആക്ഷേപിച്ച ഞാൻ, അന്ന് അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർത്ത ഞാൻ, ഇന്നിതാ യഥാർത്ഥ സനാതന ഹിന്ദു ആരാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിനോടൊപ്പം നിൽക്കാൻ ഇവിടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുകയാണ്. ഈ സനാതന ഹിന്ദുവിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ആരാണ് ഈ സനാതന ഹിന്ദു? സന്ദീപ് ആരാണ് ഈ സനാതന അല്ലാത്ത ഹിന്ദു? ഇപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു അപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞു വെക്കുന്നത് താൻ ഇപ്പോൾ സനാതന ഹിന്ദു ആയിരുന്നു, നേരത്തെ അല്ല എന്നാണ്. അതെ, വളരെ വ്യക്തമാണ്. സന്ദീപ് തന്നെ, ഞാൻ പറയുന്നതല്ല, സന്ദീപ് പറയുന്നു. ഒരു കരണത്തടിച്ച് കഴിഞ്ഞാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്നവനാണോ സനാതന ഹിന്ദു? ഒരു നിമിഷം അത് ആ ചോദ്യം ഗൗതമിൻ്റെതാണ്, അത് സന്ദീപ് വാര്യരുടേതല്ല. ഞാൻ പറയാം, അതിന് ഉത്തരവുണ്ട്. ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല, ഗൗതം പറയുന്നതല്ല. സന്ദീപ് വാര്യർ എന്താ പറയുന്നത്? ഗാന്ധിയുടെ ഹിന്ദു സനാതന ഹിന്ദുവാണ്, ഗാന്ധിയുടേതല്ലാത്ത ഹിന്ദു സനാതന ഹിന്ദു അല്ല. ആ വ്യത്യാസം ആ വ്യത്യാസം കൃത്യമായി സമൂഹത്തിൽ, അതായത് ഇവിടെ BJP എന്ന് പറയുന്ന സംഘപരിവാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടി, BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം സനാതനമല്ല. വളരെ കൃത്യമാണ് സന്ദീപ് പറയുന്നത്. സന്ദീപിനെ മനസ്സിലാക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സന്ദീപിനെ കുറിച്ച് പറയാനുള്ള അതാണ്. ഞാൻ സന്ദീപിനെ പുകഴ്ത്തി പറയുകയോ ഇകഴ്ത്തി പറയുകയോ ചെയ്യുന്നില്ല. രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് നിഷ്പക്ഷമായിട്ട് സന്ദീപിനെ സമീപിച്ചാൽ മതി. ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ സന്ദീപ് സനാതന ഹിന്ദു ആണോ അല്ലയോ എന്നുള്ളത്. അത് നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. സന്ദീപിന് സ്വയം വിശ്വസിക്കാം ഞാൻ സനാതന ഹിന്ദു ആണോ അല്ലയോ എന്ന്. പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഗാന്ധിയുടെ ഹിന്ദു അത് സനാതന ഹിന്ദുവാണ്. കോൺഗ്രസിൽ ഗാന്ധിയുടെ ഹിന്ദുത്വം പേറുന്ന, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സനാതന ഹിന്ദുത്വത്തിൻ്റെ ആശയം പേറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരിൽ ഒരാളാണ്. നോക്കൂ, നിങ്ങൾ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സനാതന ഹിന്ദുത്വമല്ല നിങ്ങളുടെ ഹിന്ദുത്വം. അത് ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു. അതിന് പ്രായശ്ചിത്തമായിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പണ്ട് കുറിയിടാത്തതിനെ ഒക്കെ കുറ്റം പറഞ്ഞ ഞാൻ ഇന്ന് ഒരു സനാതന ഹിന്ദുവായിട്ട് തന്നെ അവരോടൊപ്പം നിൽക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഇനിയും ഒരുപാട് മനുഷ്യർ സനാതന ഹിന്ദുക്കൾ അവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും കോൺഗ്രസിൻ്റെ ഈ മതേതര പരിസരത്തേക്ക് വരാം, യഥാർത്ഥ സ്നേഹം അനുഭവിക്കാം എന്നൊക്കെയാണ്. കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിനകത്തുണ്ട്. സന്ദീപിൻ്റെ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സന്ദീപ് നല്ല രാഷ്ട്രീയക്കാരനാണ്. സന്ദീപിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. സന്ദീപിന് രാഷ്ട്രീയം അറിയാം. അതെവിടെ എങ്ങനെ എപ്പോൾ എവിടെ പ്രവർത്തിപ്പിക്കണമെന്നും അറിയാം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആളാണ്. അത് ഇപ്പുറത്ത് നിന്നപ്പോഴും അപ്പുറത്ത് നിൽക്കുമ്പോഴും ഒക്കെ. ഞാൻ ഈ അപ്പുറം എന്ന് പറഞ്ഞതൊരു സൗകര്യത്തിനാണ്, അല്ലാതെ എനിക്കിപ്പുറം അപ്പുറം ഒന്നും ഉണ്ടായിട്ടല്ല. ഇരിക്കട്ടെ, സന്ദീപ് അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. സന്ദീപിന് അതിനുള്ള വാചക കസർത്തൊക്കെ നടത്താൻ അറിയാം, ബുദ്ധിയുണ്ട്. വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് വെച്ച് സന്ദീപ് പ്രവർത്തിക്കുന്നു. പറയുന്നു, അതായത് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നതിന് ഒരു സെമിറ്റിക് സ്വഭാവം കുറച്ച് നാളുകളായിട്ട് ആർജിച്ചു വരുന്നുണ്ട്. അത്തരം ആളുകൾ തന്നെയാണ് സന്ദീപ് വാര്യരെ ഇക്ക എന്ന് വിളിച്ച് സന്ദീപ് ഇക്ക, സന്ദീപ് കോയ എന്നൊക്കെ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. ഇതൊരിക്കലും സനാതന ഹിന്ദുവിന്റെ സ്വഭാവമല്ല എന്നുകൂടി ഈ പോസ്റ്റിലൂടെ സന്ദീപ് കൃത്യമായിട്ട് താൻ സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹത്തെ ഇക്ക എന്നുള്ള വിരിച്ചിട്ടൊക്കെ കഴിഞ്ഞ ദിവസത്തിൽ അധിക്ഷേപങ്ങൾ ഉണ്ടായി. അതിനുള്ള മറുപടി കൂടിയാണ് ഈ സനാതന ഹിന്ദു പ്രയോഗം എന്ന് പറയുന്നത്. മറക്കേണ്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഹിന്ദു മതം ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒരു സനാതന ഹിന്ദുവാണ്. കോൺഗ്രസിൽ അതിനുമുള്ള സ്പേസ് ഉണ്ട്. സ്നേഹമാണ് എൻ്റെ ഭാഷ, സ്നേഹമാണ് എൻ്റെ മതം എന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും നേരത്തെ ടെലിവിഷൻ ചാനലിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ടായി. അപ്പം കുറച്ച് ആളുകൾ പറഞ്ഞത് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിൽ പിന്നാലെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലടക്കം മാറ്റം പ്രകടമായിട്ടുണ്ട്. ഒരു സമന്വയം ഭാഷയിലും ഒരു മിതത്വം
ഒരു ഭാഷയിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് നല്ല മാറ്റമാണ്, സ്നേഹത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ മാറ്റമാണ് അതെന്നൊക്കെ രീതിയിൽ. അതെ അതെ, ഇത് അല്ല വലിയ ചിരിക്ക് വക നൽകുന്നൊരു കാര്യമാണ്. സനാതന ഹിന്ദുവും സനാതനമല്ലാത്ത ഹിന്ദുവും. ഹിന്ദു എന്ന വാക്കിന് ഗാന്ധി പറഞ്ഞ അർത്ഥം നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്. സനാതനം എന്നാണ്. സനാതനത്തെയും ഹിന്ദുവിനെയും രണ്ടായി കാണണ്ട എന്നാണ് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഗാന്ധിജിയല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം സന്ദീപ് വാര്യരാണ്. നമുക്കത് അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് എന്താ പറയുക, ഉള്ളി തൊലിക്കുന്നത് പോലെയാണ്, തൊലിച്ച് ചെല്ലുമ്പോൾ ഒരു ചുക്കും അതിനകത്ത് കാണില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും സത്യമല്ല, അതൊന്നും നേടാനുമാകില്ല. യാഥാർത്ഥ്യം മറിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിസരത്തേക്ക് വരിക. നിങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാം, നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും. വളരെ കൃത്യമായ രാഷ്ട്രീയ ടാർഗറ്റ് വെച്ച്, രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സന്ദീപ് വാര്യർ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കും. അവസാനം ഒരു കാര്യം കൂടി പറയാം. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിൽ അതൊരു ഹിന്ദുത്വത്തിന്റെ വോട്ടിലല്ല സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അവിടെ സകല ആളുകളുടെയും പാർട്ടിക്ക് അതീതമായിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഹിന്ദുത്വം പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ജയിക്കില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് സനാതന ഹിന്ദു എന്ന് പറയുന്നത്. എല്ലാവരെയും തങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ പരിസരത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഹിന്ദു, അതാണ് സനാതന ഹിന്ദു. കേരളത്തിൽ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ പറഞ്ഞോളൂ. അതായത് കേരളത്തിൽ BJP മുമ്പോട്ട് വെക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് സനാതന ഹിന്ദുവിൻ്റെ എല്ലാവരെയും പാർട്ടിക്ക് അതീതമായി തങ്ങളെ എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റുമെന്ന ഒരു ആശയത്തെയാണ് BJP പിന്തുടരുന്നത്. അതാണ് ശരിയുടെ മാർഗം എന്നൊരു സ്ട്രാറ്റജി കൂടിയാണ് BJPയിൽ നിന്ന് പുറത്തു പോയതിലൂടെ സന്ദീപ് അവർക്ക് നൽകുന്ന മെസ്സേജ്. സന്ദീപിൻ്റെ അഭിപ്രായം എന്ത് തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത്, ഈ ഹിന്ദു എന്നതിനെ രാഷ്ട്രീയക്കാരെടുത്ത് വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ വ്യാഖ്യാനം ഹിന്ദുവിന് ആവശ്യമില്ല. ഹിന്ദുവിൽ എല്ലാ വിഭാഗക്കാരുമുണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, BJPക്കാരുണ്ട്, ഇതൊന്നും അല്ലാത്തവരുണ്ട്. നിരീശ്വരവാദികളെ പോലും ഹിന്ദു ആയി അംഗീകരിക്കുന്ന സമൂഹമാണ് നമ്മുടെ. ഹിന്ദു ഒരു വലിയ ആകാശമാണ്. ആയിക്കോട്ടെ, ഒരു വലിയ ക്യാൻവാസാണത്. ആ ക്യാൻവാസിൽ ഈ രാഷ്ട്രീയം കലർത്തി ഈ പരസ്പരം ചെളിവാരി എറിയുന്നത് ദയവായി രാഷ്ട്രീയക്കാർ നിർത്തുക. സന്ദീപും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഹിന്ദുവിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കാതെ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ കുറിയുടെ രാഷ്ട്രീയവും കുറിയിടാത്ത രാഷ്ട്രീയവും അതൊന്നും അല്ല ജനങ്ങൾക്ക് ആവശ്യം. ജനകീയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. അത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സന്ദീപും സന്ദീപിൻ്റെ എതിരാളികളും ഒരുപോലെ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാം. എന്തായാലും വെറുപ്പിനെക്കാട്ടിയും വലുതാണ് സ്നേഹം.